നമസ്കാരം. ഈ ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും തന്നെ പിന്നീട് സമാധാനമായി ജീവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് ശബരിമലയിൽ ഇത്തരത്തിലുള്ള പല കള്ളത്തരങ്ങളും കാണിച്ചവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് പിണറായി വിജയനാണ്. അതിനുശേഷം പിണറായി വിജയൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഏത് സമയവും പിണറായി വിജയൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു. ഭരണം നഷ്ടപ്പെട്ടു. പാർട്ടിയിൽ പോലും കീറക്കടലാസിൻ്റെ വില പോലും ഇല്ലാതെ പിണറായി വിജയൻ ഇങ്ങനെ ഗതികിട്ടാ പ്രേതം പോലെ അലയുകയാണ്. അത് പിണറായി വിജയൻ്റെ കാര്യം. ഇനി അന്ന് ശബരിമലയിൽ സന്നിധാനത്ത് കയറിയ വനിതാ ആക്ടിവിസ്റ്റുകളുടെ കാര്യം, ബിന്ദു അമ്മിണിയും കനകദുർഗയും. ഈ സംഭവത്തിന് ശേഷം കനകദുർഗയെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവർ മറ്റൊരാളെ വിവാഹം കഴിച്ചിപ്പോൾ എവിടെയോ ജീവിക്കുകയാണ്. ബിന്ദു അമ്മിണിയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. അവർക്ക് വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ കേരളത്തിൽ നിന്ന് നേരിട്ടു. കാരണം ഭക്തരുടെ ഒരു രോഷത്തിന് അവർ ഇരയായി. എന്ന് മാത്രമല്ല, കേരളത്തിൽ ജീവിക്കാൻ കഴിയാതെ അവർ ഡൽഹിയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഇനി ശബരിമലയിൽ കയറാൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയാണ് രഹിന ഫാത്തിമ. രഹിന ഫാത്തിമയുടെ അന്നത്തെ പങ്കാളി മനോജ് എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്. അയാൾ പിന്നീട് ഒരു പഞ്ചാബിൽ വെച്ചിട്ടുണ്ടായ ഒരു ഇരുചക്ര വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഈ കഴിഞ്ഞ കാലത്ത് അയാൾ മരണപ്പെടുകയും ചെയ്തു. രഹിന ഫാത്തിമയുടെ ജോലി പോയി. ഇപ്പോൾ എന്തൊക്കെയോ മറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവർ ജീവിക്കുകയാണ്, ഗോവയിലോ മറ്റോ ഒക്കെ. അതാണ് രഹിന ഫാത്തിമയുടെ കാര്യം. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പത്മകുമാറും ശങ്കർദാസും അടക്കമുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരുന്നാലും കോടതി വെറുതെ വിട്ടാൽ പോലും അയ്യപ്പൻ്റെ ശാപം അവരെയും അവരുടെ കുടുംബത്തെയും വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല, അമ്പലക്കള്ളന്മാർ എന്നുള്ള പേര് കേട്ട് ഇനിയുള്ള കാലം അവർ ജീവിക്കേണ്ടിയും വരും. അങ്ങനെ ഒരു വ്യക്തിയാണ് പ്രശാന്ത്. ആരാണ് ഈ PS പ്രശാന്ത്? പ്രശാന്ത് 2021 നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന GR അനിലിനെതിരെ മത്സരിച്ചു പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് പ്രശാന്ത് പെട്ടെന്ന് മറുകണ്ഠം ചാടി CPM-ലേക്ക് വരുന്നത്. CPM-ൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ സ്ഥാനങ്ങളൊക്കെ കിട്ടി. അതിനുശേഷമാണ് അദ്ദേഹത്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിലേക്ക് നിയമിക്കുന്നത്. അടിയുറച്ച കോൺഗ്രസ്സുകാരനും പ്രാദേശിക നേതാവുമായിരുന്ന CP നായരുടെ മകനാണ് PS പ്രശാന്ത്. അദ്ദേഹം KSUവിലൂടെ ഈ രാഷ്ട്രീയ രംഗത്തെത്തി നിരവധി സമരങ്ങളിലൊക്കെ പങ്കെടുത്തു. അന്ന് CP നായർ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നും സമ്പാദിക്കാത്തൊരു മനുഷ്യനാണ്. ഒന്നുമാകാതെ അദ്ദേഹത്തിന് മരണപ്പെടേണ്ടി വന്നു. ഇവിടെ ചെറ്റച്ചൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തുടക്കം മുതൽ ആ ബാങ്ക് സ്ഥാപിക്കുന്നതിനും ആ ബാങ്കിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം കാരണക്കാരനായത് ഈ CP നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിലിറങ്ങി ഒന്നും സമ്പാദിക്കാതെ മരണപ്പെടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ഈ CP നായരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മരണം വരെയും ആ പ്രസ്ഥാനത്തെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളുമായും ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പോലും ഈ പ്രശാന്തിനോട് പ്രകടിപ്പിച്ചത്. ഒരു പുത്ര തുല്യമായിട്ടുള്ള ഒരു വാത്സല്യം അവർക്കൊക്കെ ഈ പ്രശാന്തിനോട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പ്രശാന്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പല സ്ഥാനമാനങ്ങളും പാർട്ടി നൽകിയത്. പിന്നീട് മത്സരിക്കാൻ അവസരം നൽകി. ആ മത്സരത്തിൽ അദ്ദേഹം തോറ്റുപോയി. പിന്നീടാണ് ഈ പാലോട് രവിയുമായിട്ടുള്ള ചില സ്വരച്ചേർച്ചകളുടെ പേരിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക മാത്രമല്ല, പാർട്ടിയുടെ എക്കാലത്തെയും ശത്രുവായിട്ടുള്ള ഈ CPM-ൽ ചേരാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുകയും ചെയ്തു. പിന്നീട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഉയർന്നു വന്നതിന് ശേഷം പ്രശാന്ത് വലിയ രീതിയിലൊക്കെ ന്യായീകരിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് പ്രശാന്തിനെ പോലെ മറുകണ്ഠം ചാടി വന്ന ഒരാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടത് എന്ന്? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശാന്തിൻ്റെ പിന്നിൽ CPM-ൽ ചില ഉന്നതരുണ്ടായിരുന്നു. അവരുടെ റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഒരു ടൂള് മാത്രമായിരുന്നു പ്രശാന്ത്. അത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഇനി പിടിപെടുമെന്നായപ്പോൾ പ്രശാന്ത് പറയുന്നത് എന്താണ്? പ്രശാന്ത് പറയുന്നത് തന്നെ പ്രതിയാക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സതീശൻ ഇതിലിടപെട്ടു. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞു. SITക്ക് ദേവസ്വം മന്ത്രിയായ K മുരളീധരൻ കൊടുത്തിരിക്കുന്ന കത്ത് പോലും ഇതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് പ്രശാന്ത് ന്യായീകരിക്കുന്നത്. പ്രശാന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിൻ്റെ തുടക്കം മുതൽ ഈ കേസിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. 2025 ചട്ടം ലംഘിച്ച് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക?
ഇന്നലെ തന്നെ ഈ കോടതിയുടെ പരാമർശം വന്ന താൻ പ്രതിയാകുമെന്നും പിന്നീട് അറസ്റ്റിലാകുമെന്നും ഒക്കെ മനസ്സിലായതോടെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് ഈ PS പ്രശാന്തിൻ്റെ ഒരു ദൂതനെത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് രമേശ് ചെന്നിത്തല ആട്ടിപ്പായിച്ചു. പിന്നീട് ഈ ദൂതനെത്തിയത് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ്റെ അടുത്താണെന്ന് കേൾക്കുന്നു. മുരളീധരൻ പറഞ്ഞു ഈ സൈസ് ഇവിടെ എടുക്കുന്നില്ല, വിട്ടോളാൻ എന്തായാലും കെ മുരളീധരനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ന്യായവാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, പ്രശാന്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ ഇരുളടഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ 2021 കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴാണ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രശാന്ത് പാർട്ടി വിട്ട് CPM-ലേക്ക് പോയത്. അത് ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടി തന്നെയായിരുന്നു. പാർട്ടി ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് പ്രശാന്ത് എന്തായാലും പാർട്ടി വിട്ടു പോയത്. ഇനി ഒരിക്കലും കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. ഇനി തനിക്ക് സുരക്ഷിതമായിട്ടുള്ള താവളം CPM തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. പിണറായി വിജയൻ്റെ കിരാതഭരണം സഹിക്കാൻ പറ്റാതെ കേരളത്തിലെ ജനങ്ങൾ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ UDF-നെ വിജയിപ്പിച്ചു. പക്ഷേ ഈ PS പ്രശാന്ത് ഒരു 5 വർഷം ഈ പാർട്ടിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ഇന്ന് ഏതെങ്കിലും ജയിക്കുമെന്നുറപ്പുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ഒരുപക്ഷെ നെടുമങ്ങാട് നിന്ന് തന്നെ മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ടിയിരുന്നില്ല. അവിടെയാണ് പ്രശാന്ത് എന്ന അതിബുദ്ധിമാൻ്റെ പദ്ധതികളും കണക്കുകൂട്ടലുകളും എല്ലാം പൊളിഞ്ഞു പോയത്. ഇനി എന്തായാലും പ്രശാന്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞിരിക്കുകയാണ്. പ്രശാന്തിന് ഒരിക്കലും ഇനിയുള്ളത് CPM-ആണ് അഭയമായിട്ടുള്ളത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമാണ്. പിന്നെയുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ നിന്ന് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളിക്കളഞ്ഞിട്ട് പോയ PS പ്രശാന്തിനെ യാതൊരു കാരണവശാലും അവർ എടുക്കാൻ അവിടെ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാകില്ല. എന്ന് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയും കൂടിയാണ് ഈ PS പ്രശാന്ത്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസിലേക്ക് കടന്നു കയറാനുള്ള ഒരു ആഗ്രഹം എന്തായാലും PS പ്രശാന്തിന് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇനി BJP-യിലേക്ക് പോകാമെന്ന് വെച്ചാലോ, BJP-യെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. അത്തരമൊരു വിഷയത്തിൽ അതിൽ പ്രതിയായ ഒരു വ്യക്തിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും BJP നേതൃത്വം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി PS പ്രശാന്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഈ PS പ്രശാന്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അടഞ്ഞിരിക്കുന്നു. അധികാരം കിട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രശാന്ത് മറന്നുപോയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഇനി ഓർത്തെടുക്കാൻ ഇനി ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ദിവസങ്ങൾ അദ്ദേഹത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.